അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു റമളാനിൽ വളരെ സന്തോഷകരമായി ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള മത്സരങ്ങളിലാണ് ഞാൻ നിങ്ങളൊക്കെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നൊരു പ്രകൃതമാണ് ഞാനും നിങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കുമുള്ള ഒരു സ്വഭാവ സവിശേഷത എന്നുള്ളത്. എല്ലാവർക്കും എപ്പോഴും സന്തോഷവാനായിരിക്കാനാണ് ആഗ്രഹം. ആ സന്തോഷത്തിനും സംതൃപ്തിക്കൊക്കെ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്യാറുണ്ട്, നേരത്തെ ഒരുങ്ങി സെറ്റായി നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങളും അത് സാധൂകരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് സാമ്പത്തികമായിട്ടാവട്ടെ, നമ്മുടെ ജോലി സംബന്ധമായിട്ടാവട്ടെ, എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും എപ്പോഴും സന്തോഷവാന്മാരാവാൻ കഴിയാറില്ലല്ലോ. അതാണല്ലോ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നത്. എപ്പോഴും എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയാറില്ല. അതിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും സന്താപ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതമെന്ന് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സന്തോഷം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സങ്കടവും അതിൻ്റെ ഒപ്പം വരാനുണ്ട് എന്നുള്ളതാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. എന്നാലൊരു പ്രയാസം വരുന്നുണ്ടെങ്കിലോ ആ പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പവും വരാനുണ്ട് എന്ന് ഖുർആനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. എന്നാൽ അതിലവർക്ക് വളരെ മധുരമുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇഹലോകത്തും പരലോകത്തും ഒക്കെ ലഭിക്കുമെന്നതും നമ്മൾ കണ്ടറിയുന്നതാണല്ലോ, നമ്മൾ വായിച്ചറിയുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. എപ്പോഴും പൂർണ്ണമായും സന്തോഷം ഉണ്ടാവില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഭൗതികമായി നിശ്ചയിച്ച ചില വ്യവസ്ഥകളിൽപ്പെട്ട കാര്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാവരും ആഗ്രഹിക്കാറുള്ളത് പോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്തൊരു ലോകമാണ് നമ്മുടെയൊക്കെ സ്വപ്നം. എന്നാൽ അത് ഉണ്ടാവാറില്ലല്ലോ. ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകം നമുക്ക് സ്വപ്നം കാണാം. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമുക്ക് വേദനയില്ലാത്ത ഒരു ലോകം, അത്തരമൊരു ജീവിതം നമുക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായ വേദനകൾ ആലോചിച്ച് നോക്കുക. എല്ലാവരും വേദനയുള്ള ആൾക്കാരാണ് അല്ലേ? ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ പ്രായമായ ആളുകൾ ഒരുപക്ഷെ മുട്ടുവേദനയും അല്ലെങ്കിൽ ഓരോ ജോയിൻറ്റുകളിലും വേദന അനുഭവിക്കുന്ന വ്യത്യസ്ത പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാവും. ഈ വേദന എന്നത് മനുഷ്യൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. എന്നാൽ ഈ വേദനയെ പറ്റി നമ്മളെപ്പോഴും പലപ്പോഴും മോശമായിട്ടാണല്ലോ വേദനയെ കാണാറുള്ളത്. ആ വേദനയെ മറ്റൊരു ആംഗിളിൽ ആലോചിച്ച് നോക്കൂ. വേദനയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വേദന എങ്ങാനും ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടി, ആ കുട്ടി വീട്ടിന് അടുക്കളയിലുള്ള ഒരു മെഴുകുതിരി ഉണ്ടെന്ന് വിചാരിക്കാം. ആ മെഴുകുതിരിയിലേക്ക് പോയി വിരലടുപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ കുട്ടിയെ തടയാറുണ്ട് അല്ലേ? പക്ഷേ ആ കുട്ടി അവിടെ തൊട്ട് കഴിഞ്ഞാൽ, ഒരു നമ്മളില്ലാത്ത സമയത്താണെങ്കിൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് അനുഭവിക്കുന്നത് കൊണ്ടാണ്, അതിൻ്റെ പൊള്ളലേൽക്കുന്നത് കൊണ്ടാണ് കൈയെടുക്കുന്നത്. എന്നാൽ ആ വേദന അനുഭവിക്കുന്നില്ല എങ്കിലോ, നമ്മൾ പറയുന്ന എപ്പോഴും പ്രയാസമായിട്ട് കാണുന്ന ആ വേദന ആ കുട്ടി അനുഭവിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും സാഹചര്യം? ആ കുട്ടിയുടെ കൈകൾ പൊള്ളുന്നതോ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ പൊള്ളി വെന്തുരുകുന്നതോ ആ കുട്ടി അറിയുന്നില്ല എങ്കിൽ, നമ്മൾ അറിയുന്നില്ല എങ്കിൽ എന്തായിരിക്കും സാഹചര്യം? യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് വേദന അനുഗ്രഹമാണ്. നമുക്കൊരു മുള്ളുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം വന്നു കഴിഞ്ഞാൽ ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഒരു വേദന വരുന്നതുകൊണ്ടാണ്. എന്നാൽ ആ വേദന അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തം വാർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എത്രമാത്രം ഭീതിതമായിരിക്കും ഒരവസ്ഥ. ഇതുകൊണ്ട് വേദന ചില സമയത്ത് നമുക്ക് അനുഗ്രഹവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ പടച്ച തമ്പുരാൻ നമുക്ക് ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിൽ മാറി വരുന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്, വ്യവസ്ഥയായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് പലരെയും പല രൂപത്തിലായിരിക്കും ബാധിക്കുക, പല തോതിലായിരിക്കും ബാധിക്കുക. സാമ്പത്തികമായി വളരെ നന്നായി നിൽക്കുന്ന, സ്റ്റേബിളായി നിൽക്കുന്ന ആളുകളെ ചിലപ്പോൾ ഇത് ബാധിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ആയിരിക്കും നിരന്തരം ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രയാസം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കും ഈ രോഗം ബാധിക്കുന്ന ആർക്കും അതിന് മുമ്പും ശേഷവും ഒക്കെ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമുക്കത് കഴിയും. ഒരു വേദന എനിക്ക് ബാധിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ആ വേദന വരുന്ന സമയത്തും നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ കഴിയണം. ഒരു രോഗം, അത് പ്രയാസം നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് അതുപോലെ തന്നെ ഇത് അള്ളാഹിൻ്റെ ഒരു പരീക്ഷണമാണ്, ഇതിന് വേണ്ട നടപടികളൊക്കെ ചികിത്സയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി അള്ളാഹുവിലേക്ക് തവക്കലാക്കുക എന്ന ചിന്ത ആ സമയത്തും നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു പ്രയാസത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഈ രോഗം വരുന്നതിനെ പല ആളുകളും പല രൂപത്തിലാണ് സമീപിക്കുക. ചില ആളുകളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ വേദന വരുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു പ്രയാസം വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ പാവല്ലേ എന്ന് പറഞ്ഞ് പലപ്പോഴും പരിതപിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാണാം. അവരെപ്പോഴും അങ്ങനെ പരിതപിക്കുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് പറയുന്ന, ചിലപ്പോൾ നെഗറ്റീവ് പറയുന്ന ഒരാളായിരിക്കും അവരെ നമുക്ക് കാണാൻ കഴിയുക.
എന്നാൽ മറ്റു ചില ആളുകൾ പിന്നെ അദ്ദേഹത്തൊരു ദേഷ്യമുള്ള വ്യക്തിയാണെങ്കിൽ അവനത് വേണം, അവന് കുറച്ച് കൂടുതലാണ്, ഇങ്ങനെ ഒരു അസുഖം അവന് വരണം എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ആ വേദന വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ശാപവാക്കുകൾ പറയുന്ന, എന്തൊരു നശിച്ച തലവേദന എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില സമയത്ത് ആ ശാപവാക്കുകൾ പടച്ച തമ്പുരാനെ വരെ, അള്ളാഹുവിനെ വരെ ധിക്കരിക്കുന്ന രൂപത്തിലേക്ക് മാറുന്ന ആളുകളെയും കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു വിഭാഗം, നമ്മളൊക്കെ ഉണ്ടാവേണ്ട ഒരു വിഭാഗം എന്നുള്ളത് ഈ വേദന ഒരു പരീക്ഷണമാണ്, ഇതിൽ അള്ളാഹു എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കല്ല ആ വേദന, നമ്മുടെ ഒരു സഹജീവിക്കാണ്, നമ്മുടെ കൂടപ്പിറപ്പനാണ്, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ ഒപ്പം എപ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്കാണ് ഈ വേദന വന്നതെങ്കിൽ പോലും നമുക്കത് നമ്മുടെ വേദനയായി തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ പ്രയാസമായി തിരിച്ചറിയാൻ കഴിയും, നമ്മുടെ രോഗമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ അത്തരം ചിന്തകൾ അല്ലെങ്കിൽ ആ വിഷയത്തിലൊരു ബാധ്യതയുടെ നിർവഹണം അവിടെ നടക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരു വിശ്വാസിയുടെ വലിയ ബാധ്യതയായിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത അത് 5 എണ്ണമാണെന്ന് പറഞ്ഞ് റസൂൽ ആദ്യം പറയുന്ന കാര്യം റദ്ദുസ്സലാം, നിങ്ങൾ സലാം മടക്കുക, സലാം വ്യാപിപ്പിക്കുക എന്നതാണ് അതിൽ ഒന്നാമത്തെ ഒരു ഘടകം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് ഈ പറയുന്നത്. അതിൽ രണ്ടാമത്തെ ഘടകമായി പറയുന്നത് വഇയാദത്തുൽ മരീദ്, നിങ്ങൾ രോഗികളെ സന്ദർശിക്കുക. നിങ്ങളിടയിൽ രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ നിങ്ങൾ സന്ദർശിക്കുക. അവർക്ക് അവിടെ സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുക എന്നത് നിങ്ങൾക്ക് മറ്റൊരു മുസ്ലിമിന് മേലുള്ള ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൂടെ പിന്നെ എല്ലാ സമയത്തും ഉണ്ടാവുന്ന, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒപ്പം ചെയ്യുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹജീവിയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം, നമുക്കൊരു രോഗിയായൊരു സുഹൃത്തുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വളരെ ആരോഗ്യവാനായിരിക്കും, പെട്ടെന്നുണ്ടായ രോഗമായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ക്യാൻസർ പോലുള്ള മാരകമായ മാറാവ്യാധികളൊക്കെ പിടിപെട്ട ആളുകളായിരിക്കും. അങ്ങനെ ഒരു പ്രയാസം വരുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ സുഹൃത്തിനാണ് ആ പ്രയാസമുള്ളതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ സുഹൃത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ, ആ സുഹൃത്ത് ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, എനിക്കും അതുപോലൊരു പ്രയാസം വന്നുകൂടായികയില്ലല്ലോ, ആ സ്ഥാനത്ത് ഞാനായിരിക്കുമെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന എമ്പതി നിറഞ്ഞ തോട്ടാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സിമ്പതിയല്ല, എമ്പതിയാണ് വേണ്ടത്. ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയെ വളർത്താൻ നമുക്ക് സാധിക്കണം. കാരണം ഒരു രോഗം വരിക എന്നത്, ഒരു വ്യക്തിക്കൊരു പ്രയാസം ഉണ്ടാവുക എന്നത്, അത് ആ വ്യക്തിയെ മാത്രമല്ല, ആ വ്യക്തിയുടെ കുടുംബത്തെ മാത്രമല്ല, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള റോളുകളെ പോലും വ്യക്തമായി ബാധിക്കുന്നൊരു വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിക്ക് രോഗം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതത്തിൻ്റെ താളം തെറ്റാണ്. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഒരു പനി ബാധിച്ചാൽ, അല്ലെങ്കിൽ എന്തൊരു ഇൻഫെക്ഷൻ, രക്തത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ പോകും. അവിടെ പോയിട്ട് അത് പിന്നെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അസുഖമാണെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്കോ മറ്റോ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടെന്നൊക്കെ ഡോക്ടർ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കിടത്തി ചികിത്സിക്കേണ്ടി വരും, അഡ്മിറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ അഡ്മിറ്റ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും ചിലവ് വരുന്നു ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ചിലവ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ ചിലവ് വർദ്ധിക്കും. പിന്നെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ പിന്നെ ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൈവറ്റിൽ പോകേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പം ഇങ്ങനെ മാറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവന് അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാമ്പത്തികമായ എമൗണ്ട് എന്നുള്ളത് അവനൊരു പക്ഷേ അവന് കൂട്ടിയാൽ കൂടാത്തൊരു എമൗണ്ട് ആയിരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് കണ്ടുവരുന്നത്. പല കുടുംബങ്ങളും അവരുടെ സാമ്പത്തികമായ ബഡ്ജറ്റൊക്കെ കൊണ്ട് തെറ്റിപ്പോകാനുള്ള കാരണം എന്തോ ഒരു പനി പിടിച്ചതാണ്, എന്തോ ഒരു അസുഖം വന്നതാണ്, അവൻ പ്രതീക്ഷിക്കാതെ അവനിലേക്ക് വന്ന അസുഖം. അതിന് ചികിത്സാ ചെലവുകൾ, ചികിത്സിക്കാതെ നമുക്ക് വഴിയില്ലല്ലോ, ചികിത്സിക്കണം. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ ആ ചികിത്സിക്കുമ്പോൾ ചിലവ് അവന് താങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ അവന് സാമ്പത്തികമായിട്ടും മാത്രമല്ല, അവൻ്റെ ജോലി സംബന്ധമായിട്ടും, അതുമാത്രമല്ല അവൻ്റെ കുടുംബപരമായിട്ടും അവൻ്റെ പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വലിയ പ്രയാസങ്ങൾ ക്രമീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ നമ്മുടെ കൂടെ ഒരു വ്യക്തി, അവൻ്റെ ഒരു അസുഖം വന്നു, ഒരാഴ്ച അവൻ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി നമ്മൾ ലാഘവത്തോടെ കാണാൻ പാടില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മറിച്ച് അവൻ എന്തൊക്കെയാണ് അപ്പോൾ പ്രയാസം ഉണ്ടാവുക, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബം, അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു പിന്നെ മുന്നോട്ട് പോക്ക്, അതിനൊക്കെ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താനും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ബാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. രോഗീ സന്ദർശനം എന്നത് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വലിയ കർത്തവ്യമാണ്, ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ. പ്രത്യേകിച്ചും ഒരു റമളാൻ മാസം വരുന്നതുകൊണ്ട് തന്നെ രോഗീ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം അതിൽ കൽപ്പിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിനൊരു രോഗമുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ഒന്നും ആവണമെന്നില്ല, വീടുകളിൽ ചിലപ്പോൾ കിടക്കുന്ന എന്തെങ്കിലും ഒരു പനിയോ ചെറിയ രൂപത്തിൽ തലവേദനയോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക.
പക്ഷെ അങ്ങനെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തന്നെ, ഒരു രോഗമുണ്ടെങ്കിൽ തന്നെ, നമ്മളെന്ന അവൻ്റെ കൂടെ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന, അവൻ്റെ കൂടെ സഹവസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ നേടാനൊരു അവസരം കൂടിയായിട്ട് നമ്മളതിനെ കാണണം. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പോകാനും അവനെ സന്ദർശിക്കാനും അവനൊരു ആശ്വാസമേകാനും എന്ന ലക്ഷ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ പോകാൻ കഴിയണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല നിയ്യത്താണ്. നമ്മുടെ സുഹൃത്തിന് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നല്ല നിയ്യത്ത് നമുക്ക് ഉണ്ടാവണം. 2, ഇതൊരു ബാധ്യതയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. 3, ഏറ്റവും മാന്യമായിക്കൊണ്ട് ഇടപെടാൻ നമുക്ക് സാധിക്കണം. സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് അവന് തോന്നരുത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു വിശ്വാസി അവൻ രോഗിയായി കഴിഞ്ഞാൽ അവന് മിഅത്തു ഫായിദൻ, അതിൽ 100-ലധികം നന്മകളുണ്ട് എന്ന് എണ്ണി അദ്ദേഹം പറയുന്നുണ്ട്. അത്രത്തോളം പുണ്യമുള്ള ഒരു കാര്യമാണ് ഒരു രോഗം വരിക എന്നതും ആ രോഗത്തിൽ ക്ഷമിക്കുക എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുന്ന ചിന്ത അതൊരു പരീക്ഷണമാണ്, അതിൽ ക്ഷമിക്കണമെന്ന ബോധം അത് രോഗിയെ സന്ദർശനത്തിൻ്റെ വേളയിൽ അവന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, രോഗിയെ സന്തോഷിപ്പിക്കണം. അവന് പ്രയാസമുണ്ടാകുമ്പോൾ അവനെ കൂടെ ചേർത്ത് നിർത്തി നല്ല കാര്യങ്ങൾ പറഞ്ഞ്, അതല്ലാതെ ആ രോഗത്തിൻ്റെ ഭയങ്കര സീരിയസ്നെസ്സും അതിൻ്റെ പ്രയാസങ്ങളും കൂടുതൽ കോംപ്ലിക്കേഷനൊക്കെ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവനെ സമാശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മളവിടെ പോയിട്ട് ഒരു രോഗിയുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നൊരു ചിന്തയെങ്കിലും നമുക്ക് കാണിക്കാൻ സാധിക്കണം. അതോടൊപ്പം വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നമ്മുടെ കൂടെയുള്ള ആ വ്യക്തി, അദ്ദേഹത്തിന് രോഗം സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ആ രോഗി സന്ദർശനത്തിൻ്റെ വേളയിൽ നമ്മുടെ ബാധ്യതാ നിർവഹണമാണല്ലോ അത്. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലാ ബഅസ ത്വഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു റസൂൽ പറയുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയഷ്ഫിയക്. അള്ളാഹുവിനോടും ചോദിക്കുകയാണ്. അർഷിൻ്റെ ഉടമസ്ഥനായ സിംഹാസനസ്ഥനായ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അയ്യഷ്ഫീക്ക്, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് ആ രോഗിയുടെ അടുത്ത് നിന്ന് 7 തവണ പ്രാർത്ഥിക്കാനാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് രോഗി സന്ദർശനത്തിന് വേണ്ടി നമുക്ക് അറിഞ്ഞുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകളുണ്ടാവും, അവരൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും നമുക്ക് സാധിക്കണം. ചികിത്സ, അത് പ്രയാസമുള്ള സാമ്പത്തികമായിട്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ട അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്താനും അതൊരു സാമൂഹ്യ ബാധ്യതയായിട്ട് ഏറ്റെടുക്കാനും ഒരു വിശ്വാസി ഏറ്റവും മുന്നിലുണ്ടാവണം. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ സഹജീവികളെ കണ്ടറിഞ്ഞ് അവരുടെ പ്രയാസം അത് നമ്മുടെ പ്രയാസം കൂടിയായി മാറുന്ന രൂപത്തിൽ അതിനെ മാറ്റുന്ന, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായി മാറുക എന്നതാണ് ഒരു വിശ്വാസിയെ വ്യത്യസ്തനാക്കുന്നത്. പ്രത്യേകിച്ചും ഒരു റമളാനിൽ ഇത്തരം ചിന്തകൾക്കും ഇത്തരം കർമ്മങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ചോദിക്കുന്നുണ്ട്, ഇന്ന് ഈ ഒരു സദസ്സിൽ നോമ്പുകാരനായിട്ട് ആരാണുള്ളത്? ഒരു വ്യക്തി കൈവക്കി. അനയാ റസൂലല്ലാഹ്, അള്ളാഹു റസൂലെ ഞാനുണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി കൈവക്കി. വീണ്ടും റസൂൽ ചോദിച്ചു, ഇന്ന് ഇവിടെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവനായിട്ട് ആരാണുള്ളത്? അപ്പോൾ അതേ വ്യക്തി തന്നെ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, റസൂലെ ഞാനുണ്ട്. റസൂൽ മൂന്നാമതായി ചോദിച്ചു, ഇന്ന് ഈ സദസ്സിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണുള്ളത്? അപ്പോൾ അദ്ദേഹം തന്നെ കൈവക്കി, അനയാ റസൂലല്ലാഹ്. നാലാമതായി ചോദിച്ചു, ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചവൻ ആരാണുള്ളത്? അനയാ റസൂലല്ലാഹ്. അദ്ദേഹം തന്നെ കൈവക്കി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആലോചിക്കൂ, നോമ്പെടുത്തുകൊണ്ട് തന്നെ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുകയും രോഗിയെ സന്ദർശിക്കുകയും അതോടൊപ്പം ഒരു ജനാസയിൽ അനുഗമിക്കുകയും ചെയ്യുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത്തരത്തിൽ ഒരു നോമ്പുകാരനായിരിക്കും ചെയ്ത കർമ്മാണ് ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ്. നമുക്കും നമ്മുടെ റമളാനിൽ അത്തരം കർമ്മങ്ങളിൽ സജീവമാവാൻ, ഒരുപക്ഷെ നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് ഏറ്റവും അധികം ഒരുപക്ഷെ നമ്മൾ സഹായിക്കുന്ന ഒരു കർമ്മമായിക്കൊണ്ട് രോഗിയെ സന്ദർശനത്തെ കാണാനും, രോഗികളെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ അവിടെ പ്രതിഷ്ഠിച്ച് അങ്ങനെ ആലോചിച്ച് അവരുടെ പ്രയാസം നമ്മുടേതുകൂടിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും അങ്ങനെ ചിന്തിക്കാനും അത്തരം നന്മകളിൽ ഏറ്റവും മുമ്പിലുണ്ടാവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗിയെ സന്ദർശനം എന്ന ഒരു കർത്തവ്യത്തിൻ്റെ പുണ്യം അറിഞ്ഞുകൊണ്ട് അത്തരം കർത്തവ്യങ്ങൾ ഏറ്റവും മുമ്പിലുണ്ടാവാനുള്ളൊരു തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.